ശ്വേതാ മേനോനെതിരെ ഒരു വിചിത്ര പരാതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഒരു വ്യക്തി. മാർട്ടിൻ മൊനാച്ചേരി എന്ന വ്യക്തിയാണ് ശ്വേതാ മേനോനെതിരെ ഒരു വിചിത്ര പരാതിയുമായി രംഗത്ത് വന്നത്. താരം വളരെ വർഷങ്ങൾക്ക് മുമ്പ് അഭിനയിച്ച ചില പരസ്യങ്ങളെയും സിനിമകളെയും ഒക്കെ പരാമർശിച്ചുകൊണ്ടാണ് ഈ സദാചാരവാദി ഇപ്പോൾ കേസിന് പോയിരിക്കുന്നത്. എന്താണ് അദ്ദേഹത്തെ അതിന് മാത്രം ആ കേസ് കൊടുക്കാൻ പ്രചോദിപ്പിച്ച ചേതോവികാരം എന്നൊന്നും അറിയില്ല. ശ്വേതാ മേനോൻ അമ്മയുടെ മുഖ്യമായ ഒരു സ്ഥാനത്തേക്ക്, പ്രസിഡന്റ് സ്ഥാനത്തേക്കൊക്കെ മത്സരിക്കാൻ പോവുകയാണ്. ആ മത്സരിക്കാൻ പോകുന്നതിനിടെയാണ് ഇത്തരം ഒരു പരാതി വന്നത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. കാരണം അമ്മ അസോസിയേഷൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇത്തവണ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് ശ്വേതാ മേനോനാണ്. ശ്വേതാ മേനോൻ ഒരു നല്ല നടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവരുടെ ആദ്യകാലങ്ങളിൽ അഭിനയിച്ച കാമസൂത്രയുടെ പരസ്യം വളരെ വിവാദമായിരുന്നു. പക്ഷേ അത്തരം വിവാദങ്ങൾക്കൊന്നും ഇന്ന് പ്രസക്തിയില്ല. അതിനേക്കാളുമൊക്കെ ഓൾഡായ പരസ്യങ്ങളിൽ അഭിനയിക്കുന്ന നടിമാർ ഇന്ന് കേരളത്തിലും ഇന്ത്യയിലുമുണ്ട്. അവർക്കൊന്നുമില്ലാത്ത എന്ത് പ്രശ്നമാണ് ശ്വേതാ മേനോൻ ഉള്ളതെന്നാണ് മനസ്സിലാകാത്തത്. ശ്വേതാ മേനോന്റെ നല്ല വേഷങ്ങൾ നമുക്കറിയാം. സാൾട്ട് ആൻഡ് പെപ്പറിലെ വേഷവും പാലേരി മാണിക്യത്തിലെ വേഷവും ഒക്കെ വളരെ മികച്ച വേഷങ്ങൾ തന്നെയാണ്. ആദ്യകാലത്ത് ഒരു ഗ്ലാമർ നടി എന്നുള്ള നിലയിൽ നിന്ന് മാറിക്കൊണ്ട് അനവധി നല്ല ചിത്രങ്ങളിലൂടെ അവർ മലയാളത്തിൽ അവരുടെ കഴിവ് തെളിയിച്ച നടി തന്നെയാണ്. മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ ഒരു നടിയാണ് ശ്വേതാ മേനോൻ. സാൾട്ട് ആൻഡ് പെപ്പറിലെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് മായ എന്ന കഥാപാത്രം ആർക്കാണ് മറക്കാനാവുക, അല്ലേ? അനശ്വരം എന്ന മലയാള ചിത്രത്തിലൂടെയാണ് ശ്വേതാ മേനോൻ അഭിനയം തുടങ്ങിയത്. പക്ഷേ 90കളിലേക്ക് സിനിമ ആസ്വദിക്കുന്നവർക്ക് അന്ന് ശ്വേതാ മേനോൻ്റെ ചില വേഷങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ടാകാം. വളരെ മെലിഞ്ഞ ഒരു സുന്ദരിയായി മലയാള സിനിമയിൽ കടന്നു വന്ന ഒരു നടിയാണ് ശ്വേതാ മേനോൻ. അനശ്വരത്തിൽ മമ്മൂട്ടിയുടെ നായികയായി ശ്വേതാ മേനോൻ കടന്നു വന്നു. പിന്നീട് അനവധി വേഷങ്ങളിലൂടെയാണ് ശ്വേതാ മേനോൻ മലയാളികളുടെ കയ്യടി വാങ്ങിയത്. എന്നാൽ കാമസൂത്ര ഗർഭനിരോധന ഉറകളുടെ പരസ്യത്തിൽ ഒരു അല്പവസ്ത്രധാരിണിയായി വളരെ ചൂടേറിയ പരസ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ശ്വേതാ മേനോൻ ഒരു വിവാദ താരവുമായിരുന്നു എന്നുള്ളത് വളരെ സത്യമാണ്. പക്ഷേ ഇന്ന് അതിനൊക്കെ വേണ്ടി ഒരു കേസ് കൊടുക്കാൻ മാത്രമായി, അതുപോലെ 2009 ശ്വേതാ മേനോൻ ബെസ്റ്റ് ആക്ട്രസിൻ്റെ അവാർഡ് ആദ്യമായി നേടി. അത് പാലേരി മാണിക്യം, ഒരു പാതിരാ കൊലപാതകത്തിൻ്റെ കഥ. 2011 ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് നേടി. അത് സാൾട്ട് ആൻഡ് പെപ്പറിലെ അഭിനയത്തിനാണ്. അതുപോലെ 2009 ഫിലിം ഫെയർ അവാർഡും ശ്വേതയ്ക്കായിരുന്നു. അത് പാലേരി മാണിക്യത്തിലെ അഭിനയത്തിനാണ്. അതുപോലെ സൈമ അവാർഡ് 2012 അത് രതി നിർവേദത്തിലെ അഭിനയത്തിനായിരുന്നു. 2013 സൈമ അവാർഡ് അത് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ്, അത് ഒഴിമുറിയിലെ അഭിനയത്തിനായിരുന്നു. അങ്ങനെ ഏഷ്യാനെറ്റ് അവാർഡ്, ഏഷ്യൻ ടെലിവിഷൻ അവാർഡ്, അമൃത TV അവാർഡ്, അങ്ങനെ അനവധി അവാർഡുകൾ ശ്വേതാ മേനോൻ തൻ്റെ അഭിനയത്തിലൂടെ നേടിയിട്ടുണ്ട്. കളിമൺ എന്ന സിനിമയിൽ പ്രസവം ചിത്രീകരിച്ചതിൻ്റെ പേരിൽ ഇതുപോലെ ശ്വേതാ മേനോൻ വിവാദങ്ങളിൽ പെട്ടിരുന്നു. പക്ഷെ അതൊക്കെ ഒരു താരത്തിൻ്റെ കഴിവാണ് അവിടെ സൂചിപ്പിക്കുന്നത്. നമ്മുടെ നാട്ടിലെ താരങ്ങൾക്ക് മാത്രം എന്തുകൊണ്ട് ഇതൊന്നും സാധിക്കുന്നില്ല? വിദേശത്തെ താരങ്ങളെ, വിദേശത്തെ നടിമാർ, അവർ ഒരു സിനിമയ്ക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പാടുകളാണ് അഭിനയിക്കുന്നത്, അല്ലേ? ഒരു കഥാപാത്രത്തിന് വേണ്ടി ആ കഥാപാത്രമായി മാറുക എന്നുള്ളതാണ് ഒരു താരത്തിൻ്റെ അടിസ്ഥാനപരമായ കർത്തവ്യം. കലയിൽ അവർക്ക് അവരുടെ പരിപൂർണമായ കഴിവുകൾ നൽകാൻ സാധിക്കുന്നത് അതിലൂടെയാണ്. അല്ലാതെ ഒരു പ്രത്യേക സമൂഹത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഏതെങ്കിലുമൊക്കെ ചില വേഷങ്ങളിൽ മാത്രം അഭിനയിക്കുക, ഞാൻ മലയാളികളുടെ കുലീനപുത്രിയാണ്, അല്ലെങ്കിൽ ഞാൻ മലയാളികളുടെ സദാചാരപുത്രിയാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടി കുറേ കസർത്തുകൾ കാണിക്കുക എന്ന രീതികളിൽ മുന്നോട്ട് പോവുക എന്നുള്ളതൊന്നും അത്ര നല്ല കാര്യമായി എനിക്ക് തോന്നിയിട്ടില്ല. പലപ്പോഴും മലയാളികളുടെ ക്ലീൻ ഇമേജ് വാങ്ങിയ പല നടിമാരും വ്യക്തി ജീവിതത്തിൽ വളരെ മോശമായി പോവുകയാണ് ചെയ്യുന്നതെന്ന് ചില പൊതുവായ അനുഭവങ്ങളുണ്ട്. ആരെയും പേരെടുത്ത് പറയുന്നില്ല. എന്നാൽ ശ്വേതാ മേനോനെ പോലുള്ള ഒരു നടി വളരെ ബോൾഡായ ഒരു നടിയാണ്. അവർ എപ്പോഴും അവരുടെ കാര്യങ്ങൾ, അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന ഒരു താരമാണ്. അമ്മ ഭാരവാഹി തെരഞ്ഞെടുപ്പ് ഈ മാസം 15 നടക്കാനിരിക്കുന്നത്. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലാണ് ശ്വേതാ മേനോനെതിരെ ഈ കേസ് ഇപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്നത്. അതിൻ്റെ പിന്നിൽ ആരാണ് കളിച്ചതെന്നൊന്നും അറിയത്തില്ല. അല്ലെങ്കിൽ ഇത്രയും കാലത്തിനിടയ്ക്ക് ഇങ്ങനെ ഒരു കേസ് വരേണ്ട ഒരു ആവശ്യവും ശ്വേതാ മേനോനെതിരെ ഇല്ല എന്നുള്ളതാണ് സത്യം. ഈ പൊതുപ്രവർത്തകനായ മാർട്ടിൻ മൊനാച്ചേരി ആരാണെന്നൊന്നും നമുക്കറിയില്ല. IT നിയമത്തിലെ 67A വകുപ്പ് പ്രകാരവും അനാശാസ്യ പ്രവർത്തന നിരോധന നിയമപ്രകാരവുമാണ് അത്ര കേസ്. പ്രതി സാമ്പത്തിക ലാഭത്തിനു വേണ്ടി ഗൂഢ ഉദ്ദേശത്തോടെ സിനിമയിലും പരസ്യത്തിലും ഉൾപ്പെടെ നഗ്നത പ്രദർശിപ്പിച്ചു, അഭിനയിച്ചു എന്നുള്ളതാണ് പരാതി.
അതുപോലെ സോഷ്യൽ മീഡിയയിലൂടെയും പോൺ സൈറ്റിലൂടെയും ഒക്കെ അവർ വരുമാനം നേടി, ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച് വരുമാനം നേടിയത്രേ എന്നൊക്കെയാണ് പോലീസ് FIRൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ ഗർഭനിരോധന, മേൽ പറഞ്ഞ പോലെ കാമസൂത്രയിലൂടെ ഗർഭനിരോധന ഉറയുടെ പരസ്യവും, രതിനിർവേദം, പലേരി മാണിക്യം, കളിമണ്ണ് എന്നീ സിനിമകളൊക്കെയാണ് പരാതിക്കാരൻ അശ്ലീല രംഗങ്ങളായി പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ളത്. അവർ അഭിനയിക്കുന്ന വേഷങ്ങൾ കഥാപാത്രത്തിന് വേണ്ടിയുള്ള വേഷങ്ങളാണ്. അവർ ഒരിക്കലും അങ്ങനെ ഒരു അശ്ലീലതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സെക്സ് കാണിക്കാൻ വേണ്ടി അഭിനയിക്കുന്ന പല നടിമാരും അത്തരത്തിൽ അഭിനയിക്കുന്നവരാണ്. ഇന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ തന്നെ നമ്മൾ നോക്കിയാൽ അറിയാം, സാധാരണക്കാരായ പല വ്യക്തികളും പല സ്ത്രീകളും നഗ്നത പ്രദർശിപ്പിക്കാൻ വേണ്ടി മാത്രം സോഷ്യൽ മീഡിയയിൽ വരുന്നവരുണ്ട്. അത് നഗ്നത മുതലാക്കി പണം സമ്പാദിക്കുന്ന അനവധി സ്ത്രീകളും സോഷ്യൽ മീഡിയ താരങ്ങളും സിനിമാ താരങ്ങളും ഒക്കെയുണ്ട്. സിനിമയിൽ മുഖം കാണിച്ചതിൻ്റെ പേരിൽ മാത്രം സോഷ്യൽ മീഡിയയിലൂടെ നഗ്നത പ്രദർശിപ്പിച്ച് ലക്ഷക്കണക്കിന് രൂപ മാസം വാങ്ങുന്ന സ്ത്രീകൾ അനവധിയുണ്ട്. അത്തരത്തിലൊരു വ്യക്തിയെ അല്ല ശ്വേതാ മേനോൻ. അവർ ഒരു തികഞ്ഞ നടിയാണ്. അവർ സിനിമയ്ക്ക് വേണ്ടി മാത്രമേ ബോൾഡായ രംഗങ്ങൾ അഭിനയിച്ചിട്ടുള്ളൂ. അങ്ങനെയുള്ള ഒരു താരത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ഒരു കേസ് തന്നെയാണിത്. ഇത്തരം കേസുകൾ കൊടുക്കുമ്പോൾ ആ കേസുകൾ കൊടുക്കുന്നവരുടെ ഉദ്ദേശവും കൂടി നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഈ ലോകത്തൊന്നും ഇല്ലാത്ത, ഈ ലോകത്തിലെ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ലാത്തതുപോലെ വന്നിട്ട് ഓരോ കേസുകൾ ഓരോരുത്തർക്ക് കൊടുക്കുക, അതിലൂടെ സമൂഹത്തിൽ പ്രസിദ്ധി നേടുക, അതിലൂടെ കുറേ സദാചാരവാദികളുടെ കയ്യടി വാങ്ങുക, ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ് ഈ സമൂഹത്തിൽ ഇപ്പോഴുള്ളത്? അപ്പോൾ ഇത് വ്യക്തിവൈരാഗ്യം തീർക്കാനും സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയും കെട്ടിച്ചമച്ച ഒരു കേസാണ്. ആ കെട്ടിച്ചമച്ച കേസുകളെ പുച്ഛിച്ച് തള്ളുക തന്നെ വേണം. അങ്ങനെയാണെങ്കിൽ തന്നെ മലയാളത്തിൽ ശ്വേതാ മേനോൻ മാത്രമേ ബോൾഡായ രംഗങ്ങളിൽ അഭിനയിച്ചിട്ടുള്ളൂ. ഇപ്പോൾ രതിനിർവേദത്തിൻ്റെ കാര്യം തന്നെ എടുക്കാം. രതിനിർവേദം ഒരു റീമേക്കാണ്. രതിനിർവേദത്തിൻ്റെ ആദ്യ പതിപ്പിൽ അഭിനയിച്ചത് ആരാണ്? ജയഭാരതിയും അതിൽ നല്ല രീതിയിൽ ബോൾഡായി തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളത്. ജയഭാരതി എത്രയോ സിനിമകളിൽ അത്തരം ബോൾഡ് രംഗങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. പഴയ കാലത്തെ മിക്ക താരങ്ങളും അഭിനയിച്ചിട്ടുണ്ട്. സീമ ഉൾപ്പെടെ പല താരങ്ങളും അത്തരം ബോൾഡ് രംഗങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം വന്ന താരങ്ങൾ അഭിനയിച്ചിട്ടില്ലേ? ഇഷ്ടം പോലെ നടിമാർ അഭിനയിച്ചിട്ടുണ്ട്. വളരെ ബോൾഡായ രംഗങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അന്നത്തെ കാലത്തുള്ള സർട്ടിഫിക്കറ്റ് സിനിമകളെ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം സർട്ടിഫിക്കറ്റ് സിനിമകൾ സ്വാഭാവികമായും അതാണ്, അതിനകത്ത് അഭിനയിക്കുന്ന താരങ്ങളെ നമ്മൾ പ്രത്യേകിച്ച് പരാമർശിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഷക്കീല ഉൾപ്പെടെയുള്ള ഷക്കീല, മറിയ, രേഷ്മ, അങ്ങനെ അനവധി താരങ്ങൾ ഇതിലൂടെ കടന്നു വന്നിട്ടുണ്ട്. നമ്മൾ അവരെ മാറ്റി നിർത്താം. നമ്മൾ മുഖ്യധാര സിനിമകളെ മാത്രം എടുക്കാം. അപ്പോൾ അനവധി താരങ്ങൾ ഇത്തരം വേഷങ്ങൾ അഭിനയിച്ചാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അവരുടെയൊക്കെ പേരിൽ എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല? ഈ ഒരൊറ്റ വ്യക്തി മാത്രമേ മലയാള സിനിമയിൽ ഇത്തരം വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളൂ, അല്ലേ? ഇപ്പോൾ ജയഭാരതി അഭിനയിച്ച രതിനിർവേദത്തിൻ്റെ രംഗങ്ങൾ ഇയാൾ പറയുന്നത് പോലെ പോൺ സൈറ്റുകളിലുണ്ട്. ആവശ്യം പോലെ രംഗങ്ങൾ ഈ പോൺ സൈറ്റുകളിലുണ്ടാവും. ഇന്ത്യൻ പോൺ സൈറ്റുകളിൽ ഇന്ത്യൻ സോഫ്റ്റ് പോൺ ആയിട്ടുള്ള വിഭാഗത്തിലാണ് ഈ ജയഭാരതിയുടെയൊക്കെ കാര്യങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു കേസ് കൊടുക്കുമ്പോൾ സമകാലികരായ അല്ലെങ്കിൽ അതിനു മുൻപുള്ളവരാകും അതിനുശേഷമുള്ളവരും ഒക്കെ ആയിട്ടുള്ള അനവധി താരങ്ങൾക്കെതിരെയും കേസ് കൊടുക്കേണ്ടിയിരിക്കുന്നു, അല്ലേ? അപ്പോൾ ഒരു വ്യക്തിയെ മാത്രം എന്തുകൊണ്ടാണ് കേസ് കൊടുക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അനവധി വ്യക്തികളുണ്ട്. 2 പുരുഷ താരങ്ങളാരും ഇത്തരം സിനിമകളിൽ അഭിനയിച്ചിട്ടില്ലേ? അപ്പോൾ ആ പുരുഷ താരങ്ങൾക്കെതിരെയും കേസ് കൊടുക്കണം. ഇപ്പോൾ പാലേരി മാണിക്യത്തിൽ ശ്വേതാ മേനോൻ്റെ കൂടെ അഭിനയിച്ച മമ്മൂട്ടിയുണ്ട്. മമ്മൂട്ടി ശ്വേതാ മേനോനുമായി അത്രയും രംഗത്തിൽ അഭിനയിച്ചിട്ടില്ലേ? എന്തുകൊണ്ട് മമ്മൂട്ടിക്കെതിരെ കേസ് കൊടുക്കുന്നില്ല? അപ്പോൾ നടി മാത്രമേ ഉള്ളൂ ഈ സദാചാരത്തിൻ്റെ പരിധിയിൽ വരുന്നത്. നടന്മാരൊന്നും സദാചാരത്തിൻ്റെ പരിധിയിൽ വരുന്നില്ലേ? എത്രയോ നടന്മാർ ഇത്രയും രംഗങ്ങളിൽ അഭിനയിച്ചവരുണ്ട്. എന്തുകൊണ്ടാണ് അവർക്കെതിരെ കേസ് കൊടുക്കാത്തത്? സ്ത്രീ മാത്രമാണോ ഇവിടുത്തെ തെറ്റുകാരി? ഈ സമൂഹത്തിൽ സ്ത്രീക്ക് മാത്രമാണോ ഈ സദാചാരം കാത്തു സൂക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം മുഴുവനുമുള്ളത്? വിഭാഗത്തിൽപ്പെടുന്ന അഡൽട്ടുള്ളി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും മോശമായി പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. ഒരുപക്ഷെ സിനിമയിലെ കള്ളും കഞ്ചാവും ഒക്കെ അടിക്കുന്നത് കാണുമ്പോൾ ആരെങ്കിലുമൊക്കെ ഇത്തിരി കൊതി തോന്നിപ്പോയി അത് ഉപയോഗിച്ചേക്കാം. പക്ഷേ ഒരു സെക്സ് സിനിമ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് സിനിമ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആരും പോയി എന്തെങ്കിലും ചെയ്തതായിട്ട് അറിവില്ല. കാരണം ഈ സെക്സ് എന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങളിലും അന്തർലീനമായ ഒരു പ്രവൃത്തിയാണ്. വിശപ്പും ദാഹവും പോലെ ഉണ്ടാകുന്ന ഒരു വികാരം മാത്രമാണ് സെക്സ്. അല്ലാതെ സെക്സ് എന്ന് പറയുന്നത് മറ്റേ കഞ്ചാവും മയക്കമരുന്നും പോലെ ഒരു അനാശാസ്യ പ്രവർത്തനമൊന്നും അല്ല സെക്സ്. 2 പേർക്ക് തമ്മിൽ സെക്സ് ചെയ്യാൻ തോന്നിയാൽ സ്വാതന്ത്ര്യമുള്ള നാടാണിത്. അതുകൊണ്ട് തന്നെ ഒരു സിനിമ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ആരും വഴിതെറ്റാൻ പോകുന്നില്ല. ഇന്ന് മൊബൈൽ ഫോൺ തുറന്നു നോക്കിയാൽ 100,000 ഫോൺ സൈറ്റുകൾ ഓരോ വ്യക്തികളുടെയും വിരൽ തുമ്പിലെത്തും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം,
അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തും സെക്രട്ടറി സ്ഥാനത്തും അല്ലെങ്കിൽ അമ്മയുടെ വിവിധ സ്ഥാനങ്ങളിലുമൊക്കെ വിരാജിച്ച പല സൂപ്പർ സ്റ്റാറുകളും ആദ്യകാലങ്ങളിൽ അഭിനയിച്ച ചില സിനിമകൾ നമ്മൾ നോക്കിയാൽ ശ്വേതാ മേനോൻ അഭിനയിച്ച സിനിമകളേക്കാൾ അശ്ലീലമായ രംഗങ്ങളുള്ളതാണ്. ഇപ്പോൾ മോഹൻലാൽ ആയാലും സുരേഷ് ഗോപി ആയാലും അങ്ങനെ പല നടന്മാർ അഭിനയിച്ച സിനിമകളെ നമ്മൾ നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഇന്നത്തെ പല സഹനടന്മാരും ഒരു കാലത്ത് പല പോൺ സിനിമകളിലും നായകന്മാരായിരുന്നു. സൂപ്പർ സ്റ്റാറായ മോഹൻലാൽ തന്നെ അഭിനയിച്ച പഴയകാലത്തെ സിനിമകൾ സർട്ടിഫിക്കറ്റ് സിനിമകളുണ്ട്. ഇവരെല്ലാം തന്നെ ഈ പാതയിലൂടെ കടന്നു വന്നവരാണ്. മോഹൻലാൽ അഭിനയിച്ച IV ശശി സംവിധാനം ചെയ്ത ഉയരങ്ങളിൽ എന്ന സിനിമ, അതിൽ മോഹൻലാലിൻ്റെ അസാധ്യമായ ഒരു പെർഫോമൻസ് ആയിരുന്നു ആ കഥാപാത്രം. അതൊക്കെ ഒരു സർട്ടിഫിക്കറ്റ് സിനിമകളാണ്. അങ്ങനെ അനവധി സിനിമകളിലൂടെ ഇവരെല്ലാം തന്നെ കടന്നു വന്നിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ. സുരേഷ് ഗോപി ഒരു കാലത്ത് സർട്ടിഫിക്കറ്റ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ പഴയ കാലത്ത്. എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല? ചില വ്യക്തികളെ മാത്രം അവിടെ ടാർഗറ്റ് ചെയ്യുന്നുവെങ്കിൽ അതൊരു പക്ഷേ ഈ സിനിമാ മേഖലയ്ക്കുള്ളിൽ തന്നെയുള്ള ചില പടലപ്പിണക്കങ്ങളാകാം, ചില പാരവയ്പ്പുകളാകാം. ഇപ്പോൾ ശ്വേതാ മേനോൻ മത്സരിക്കുന്നതിനെതിരെയുള്ള ചില പാരവയ്പ്പുകളാകാം. അങ്ങനെ പല പല കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയും. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ശ്വേതാ മേനോനെതിരെ സദാചാരം പൊട്ടി ഒലിച്ചുണ്ടാക്കിയ ഒരു കേസൊന്നുമല്ല. ഇതിൻ്റെ പിന്നിലൊക്കെ വളരെ ഭംഗിയായിട്ടുള്ള ചില ഹോംവർക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു സ്ത്രീ വരുന്നതിൽ ചിലർക്ക് അസഹിഷ്ണുത ഉണ്ടായിരിക്കാം, സിനിമാ മേഖലയിൽ തന്നെ ഉള്ളവർക്ക്. അതുകൊണ്ടാണ് ഇത്രയും കാലമായി ഇത്തരം സർട്ടിഫിക്കറ്റ് സിനിമകളിൽ, ഇത്തരം ഗ്ലാമർ സിനിമകളിലൊക്കെ അഭിനയിച്ച നടന്മാരെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ശ്വേതാ മേനോനെതിരെ മാത്രം ഒരു പരാതി വരുന്നത്. അതിൻ്റെ പിന്നിൽ ആരാണെന്നോ അവർക്ക് തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നോ നമുക്കറിയില്ല. നേരത്തെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാനിരുന്ന നടൻ ബാബുരാജ് തനിക്കെതിരെ ലൈംഗിക അതിക്രമ കേസുള്ള സാഹചര്യത്തിൽ മത്സരത്തിൽ നിന്ന് പിന്മാറിയിരുന്നു. അദ്ദേഹം പിന്മാറണമെന്ന ആവശ്യം ശക്തമായ സാഹചര്യത്തിലായിരുന്നു പിന്മാറുന്നത്. നിലവിൽ കുക്കു പരമേശ്വരൻ, രവീന്ദ്രൻ എന്നിവരാണ് ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കൊക്കെ മത്സരിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ വിവരം എന്താണെന്ന് വെച്ചാൽ ഈ കേസിനെതിരെ തനിക്കെതിരെയുള്ള FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ശ്വേതാ മേനോൻ കോടതിയിൽ പോയിരിക്കും. അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ആണോ ശ്വേതയ്ക്കെതിരെ കേസ് തുടങ്ങിയ സംശയങ്ങളൊക്കെ ഈ ചലച്ചിത്ര മേഖലയിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് ഈ കേസ് തിരിച്ചടിയാകുമോ എന്ന സംശയങ്ങളുമൊക്കെ ഉണ്ട്. ആ സാഹചര്യത്തിലാണ് ശ്വേതാ മേനോൻ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ശ്വേതയ്ക്കെതിരെ കേസെടുത്തത് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണെന്നാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കുട്ട വിമലാദിത്യ വ്യക്തമാക്കിയത്.